സജു മോഹൻ, എപിയുടെ പരാജയ കാരണങ്ങൾ എന്തൊക്കെയാണ് താങ്കളുടെ വിലയിരുത്തലിൽ? നമസ്തേ. നമസ്തേ. ആം ആദ്മി പാർട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയ വോട്ട് വിഹിതം എന്ന് പറയുന്നത് 43.68% ആണ്. അതായത് ഇപ്പോഴത്തെ ഇലക്ഷനിൽ പോൾ ചെയ്തിരിക്കുന്ന വോട്ടിംഗിൽ 43.68% വോട്ടിംഗ് ശതമാനം ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ വിജയിയായ നമ്മുടെ BJPക്ക് കിട്ടിയിരിക്കുന്ന വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് 45.95%. അതായത് ഒരു 2.35% വോട്ടിംഗിന്റെ വോട്ട് ഷെയറിന്റെ ഡിഫറൻസിലാണ് BJPക്ക് 26 സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞത്. അതിൽ തീർച്ചയായിട്ടും അവരെ അഭിനന്ദിക്കുന്നു. ശ്രീ കേജ്രിവാൾ എന്ന് കൃത്യമായിട്ട് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഈ ജനാധിപത്യ വെർഡിക്റ്റ് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങൾ ക്രിയാത്മകമായിട്ട് പ്രതിപക്ഷമായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കും. കാരണം എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 27 വർഷം ജനങ്ങൾ പുറത്തിരുത്തിയിരുന്ന ഒരു പാർട്ടിക്ക് അധികാരം കിട്ടുമ്പോൾ അവര് അത്യധികം ആഹ്ലാദിക്കും. അത് തെറ്റൊന്നുമില്ല. എനിക്കും വളരെ സന്തോഷമുണ്ട്. കാരണം ആം ആദ്മി പാർട്ടി കൊടുത്തിരുന്ന പ്രകടന പത്രിക എന്ന് പറയുന്നത് ഓരോ വനിതയ്ക്കും 2100 രൂപ വെച്ച് കൊടുക്കും എന്നുള്ളതാണ്. പക്ഷെ BJP അവിടെ 2500 രൂപ വെച്ച് കൊടുക്കും എന്നാണ് അവിടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത്. അപ്പോ എന്തായാലും അവിടുത്തെ വനിതകൾക്ക് 400 രൂപ എക്സ്ട്രാ കൊടുക്കുവാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ് അവിടെ അധികാരത്തിൽ വരുമല്ലോ എന്നൊരു സന്തോഷം മനസ്സിലുണ്ട്. അതല്ല, ഇവർക്ക് ഈ പറഞ്ഞ പ്രകടന പത്രിക പേപ്പർ മാത്രമാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന അർബൻ നക്സലൈറ്റ് എന്ന് നിങ്ങൾ മുദ്രകുത്തുന്ന അഴിമതിക്കാരെന്ന് നിങ്ങൾ മുദ്രകുത്തുന്ന ഈ അരവിന്ദ് കെജ്രിവാളും ഞങ്ങളുടെ ഈ പാർട്ടി, അതായത് ആം ആദ്മി പാർട്ടി ഇവിടെ തന്നെ കാണും. ഞങ്ങൾ കൃത്യമായിട്ട് ഒരു ക്രിയാത്മക പ്രതിപക്ഷമായിട്ട് തന്നെ പ്രവർത്തിക്കും. അടുത്ത തവണ തിരിച്ച് 3 സീറ്റിലോട്ട് പോകാതെ BJP നല്ല പ്രവർത്തനങ്ങൾ നടത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അർബൻ നക്സലൈറ്റുകൾ തന്നെ തിരിച്ച് അധികാരത്തിൽ വരുമെന്ന് കൂടി ഞങ്ങൾ അറിയിച്ചുകൊള്ളു. അല്ല സജു മോഹൻ, നോക്കൂ, മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി, മന്ത്രിമാർ എല്ലാവരും അഴിമതി കേസിൽ അഴിയെണ്ണി. മാത്രമല്ല രാജ്യവിരുദ്ധ ശക്തികളുടെ ഫണ്ട് വാങ്ങിയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി എന്നും കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തി. നിങ്ങളതിനെ കുക്ഡപ്പ് സ്റ്റോറിയാക്കി അവതരിപ്പിക്കാൻ നോക്കി. എന്നാൽ ജനങ്ങൾ വീണ്ടും കബളിപ്പിക്കപ്പെടാൻ നിന്ന് തന്നില്ല. അതല്ലേ യാഥാർത്ഥ്യം? വെറും ആരോപണമല്ലല്ലോ ഇത്. ഈ ഒരു ആരോപണമാണ് സാർ. ഇത് നിങ്ങൾ ആരോപണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ രാജ്യത്ത് നമ്മുടെ ദേശവിരുദ്ധ ശക്തികളിൽ നിന്ന് അത്തരത്തിലൊരു ഫണ്ട് കളക്ട് ചെയ്തു കഴിഞ്ഞാൽ അത്തരത്തിൽ എത്ര കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ന് കൂടി ഇവിടെ വ്യക്തമാക്കണം. അല്ല, നമ്മൾ ഓപ്പണായിട്ട് അല്ല ഇവിടെ ദേശവിരുദ്ധ ശക്തികളിൽ നിന്ന് ഞങ്ങൾ ഖാലിസ്ഥാൻ തീവ്രവാദികളിൽ നിന്ന് വാങ്ങിക്കുന്നു. ഇവിടെ BJPക്കാരെല്ലാം ഒരുപാട് അവകാശവാദങ്ങൾ പറയാറുണ്ട്. അതിന്റെ പേരിൽ ഇവിടെ സെന്റർ ഭരിക്കുന്ന രാജ്യസുരക്ഷയെ നോക്കുന്ന ഇവിടുത്തെ ആഭ്യന്തര സുരക്ഷാ മന്ത്രി ഉണ്ടല്ലോ, അവർ എത്ര കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത്തരം കേസുകളിൽ. അതും കൂടെ ഇവിടെ ബോധിപ്പിക്കാൻ ബാധ്യസ്ഥരാണ് നിങ്ങൾ. അല്ല, ഇനിയിപ്പോ വരുമല്ലോ, അന്വേഷണം നടക്കുകയല്ലേ. അപ്പോ മദ്യനയ അഴിമതിയോ? അതും കുക്ഡപ്പാണ്. മദ്യനയ അഴിമതി എന്ന് പറയുന്നത് ED CBI രചിക്കപ്പെട്ട കേജ്രിവാൾ അഴിമതിക്കാരൻ എന്ന് മുദ്ര കുത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ രചിച്ച ഒരു നാടകത്തിന്റെ പാർട്ടാണ്. അതില് വെർഡിക്റ്റ് പറയേണ്ട അവിടെ നിന്നാണ് സുപ്രീം കോടതിയാണ് വെർഡിക്റ്റ് പറയേണ്ടത്. അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന CJI കോടതിയാണ് വെർഡിക്റ്റ് പറയേണ്ടത്. കോടതിക്ക് മുമ്പേ ഇവിടെ BJPയുടെ നേതാക്കൾ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. കോടതിയെയും കാട്ടി വലിയ കോടതിയാണ് ഇവിടുത്തെ BJP നേതാക്കൾ. അതായത് കേജ്രിവാൾ അഴിമതി ചെയ്തു കഴിഞ്ഞു, ഇനി ജീവിതകാലം മൊത്തം ജയിൽ തന്നെ. അങ്ങനെയാണെങ്കിൽ അവരുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി എത്ര കാലം ജയിലിൽ കിടന്നിട്ടുണ്ട്? എത്ര കാലം അവർ ജയിലിൽ കിടന്നിട്ടുണ്ട്? കൊലപാതക കേസുകളിൽ എത്ര കേസുകളിൽ പുള്ളി ജയിലിൽ പോയിട്ടുണ്ട്? അപ്പൊ പുള്ളി ആ രീതിയിലാണോ പിന്നീട് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്? അപ്പോ എൻഡ് ഓഫ് ദി ഡേ കോടതി എന്താണോ പറയുന്നത്, കോടതിയുടെ വെർഡിക്റ്റ് ആണ് അന്തിമ വെർഡിക്റ്റ്. അതിന് വരയ്ക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിന് മുൻപേ BJPക്കാരെ മുൻവിധി എഴുതുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. അല്ല സജു മോഹൻ, നോക്കൂ, തെറ്റൊന്നും ചെയ്യാതെ അങ്ങനെ ഇത്രയും കാലം ജയിലിൽ കിടക്കേണ്ടി വരുമോ? ഇപ്പോൾ മനീഷ് സിസോദിയ ഏകദേശം 1.5 വർഷത്തോളം ജയിലിൽ കിടന്നു അല്ലേ? നമ്മുടെ കേജ്രിവാളും അതെ കേജ്രിവാളും കുറേ ദിവസങ്ങൾ ജയിലിൽ ചെലവഴിച്ചു. കേജ്രിവാൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പറഞ്ഞെന്താ, നിങ്ങൾ വീണ്ടും താമരയിൽ പ്രസ് ചെയ്യരുത്. നിങ്ങൾ പോളിംഗ് ബൂത്ത് പോകുമ്പോൾ ഒരു കാരണവശാലും EVMലെ താമരയിൽ പ്രസ് ചെയ്യരുത്. താമരയിൽ പ്രസ് ചെയ്താൽ ഞാൻ വീണ്ടും ജയിലിൽ പോകേണ്ടി വരും. അതിനുള്ള ഒരു അവസ്ഥയുണ്ടാക്കരുത് എന്ന് ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനർ അദ്ദേഹം അരവിന്ദ് കെജ്രിവാൾ
അദ്ദേഹം തന്നെയല്ലേ പറഞ്ഞത്. അദ്ദേഹം എന്തിനാ ഭയക്കുന്നത്? തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ഭയക്കുന്നത്? സാറ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഇവിടെ ഇ ഡി CBI രജിസ്റ്റർ ചെയ്യുന്ന ഒരുപാട് കേസുകൾ ഇപ്പൊ കേരളത്തിൽ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയൊക്കെ അവിടെ കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്തത് നമ്മൾ കാണുന്നതാണ്. സാന്റിയാഗോ മാർട്ടിന് എഗൻസ്റ്റ് CBI ED കേസ് രജിസ്റ്റർ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ എന്തുകൊണ്ട് ജയിലിൽ പോയി എന്നതിനുള്ള ചോദ്യത്തിനാണ് ഉത്തരം വേണ്ടതെങ്കിൽ അദ്ദേഹം BJPയുമായിട്ട് ഒരു കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അദ്ദേഹം ഒരു കോംപ്രമൈസ് രാഷ്ട്രീയമാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ BJP നയിക്കുന്ന ഒരു പാർട്ടിയുടെ ഭാഗമാകാനോ അല്ലെങ്കിൽ BJP നടത്തുന്ന വെർഡിക്റ്റിന്റെ ഭാഗമായി നിൽക്കാനോ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം ജയിലിൽ പോകുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് കോംപ്രമൈസ് ചെയ്തുകൂടി? സ്വന്തം പാർട്ടിക്കാരെ ചതിച്ചിട്ട് കോംപ്രമൈസ് ചെയ്തുകൂടി? അദ്ദേഹം ഒരു കോംപ്രമൈസ് രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്നില്ല. അത് നമ്മുടെ പാർട്ടിയുടെ ഭാഗമല്ല, ആശയമല്ല. അതുകൊണ്ട് നമ്മുടെ നേതാക്കൾ ജയിലിൽ പോകുന്നു. ജയിലിൽ പോകാത്ത എത്ര നേതാക്കളുണ്ട്? ഞാൻ എണ്ണി പറഞ്ഞു തരട്ടോ. സജു, ഇത്രയും വലിയൊരു പരാജയം, ഇപ്പം താങ്കൾ പറഞ്ഞു വോട്ട് ഷെയർ അതിലുള്ള ഡിഫറൻസ് 2.5% മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ 70-ൽ 48 സീറ്റുകളാണ് BJP നേടിയിരിക്കുന്നത്. അപ്പം അല്ല, ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ താങ്കൾ പറയുന്നു കുക്ഡപ്പ് സ്റ്റോറികൾ ഉണ്ടാക്കി അല്ലെങ്കിൽ കള്ളക്കേസുകൾ ഉണ്ടാക്കി ഇവരെയൊക്കെ അകത്താക്കി എന്നുള്ളത്. അപ്പോൾ ഡൽഹിയിലെ വോട്ടർമാർ മണ്ടന്മാരാണോ? സാറേ, കേജ്രിവാള് ജയിൽ മോചനം നേടിയതിനു ശേഷം എന്താണ് ചെയ്തത്? CM സ്ഥാനം രാജിവെച്ചു. ഞാൻ ജനങ്ങളുടെ മുന്നിൽ പോകുന്നു, ഞാൻ ജനങ്ങളുടെ വിധി എഴുതുന്നു. ഓക്കെ, ജനവിധി ഞാൻ അംഗീകരിക്കുന്നു. അദ്ദേഹം അംഗീകരിച്ചു, തോൽവി അംഗീകരിച്ചു, BJPയുടെ വിജയം അംഗീകരിച്ചു. ഓക്കെ, പക്ഷേ നിങ്ങൾ കേജ്രിവാൾ മത്സരിച്ച മണ്ഡലത്തിന്റെ ഒരവസ്ഥ നിങ്ങൾ നോക്കണം. ഏകദേശം 25 സ്ഥാനാർത്ഥികളാണ് കേജ്രിവാളിനെതിരെ എഗൻസ്റ്റ് മത്സരിച്ചിരിക്കുന്നത്. നിങ്ങൾ അതില് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റുകൾ മിനിമം 30 വോട്ടെങ്കിലും പിടിച്ചെടുക്കാൻ കഴിയണം. ഒരു കറക്റ്റ് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അവിടെ BJP ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി. രണ്ടാമത്, അമിത്ഷാ അവസാനത്തെ ഈ പറഞ്ഞ പ്രകടനത്തില്, രാഷ്ട്രീയ പ്രവർത്തനത്തില് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് കേജ്രിവാൾ, മനീഷ് സിസോദിയ, ആതിഷി ഈ 3 പേർ തോൽക്കുമെന്നാണ്. അദ്ദേഹം കൃത്യമായിട്ട് ആ ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗും അതിനു വേണ്ടിയിട്ടുള്ള ബാക്ക് എൻഡ് വർക്കുകളും ചെയ്ത് അതിനുവേണ്ടി തയ്യാറെടുത്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ ആതിഷി അത് ഓവർകം ചെയ്തു. സജു, അത് സ്വാഭാവികമല്ലേ? ഇപ്പോൾ കേജ്രിവാളിനെയും സിസോദിയെയും തോൽപ്പിക്കുക അല്ലെങ്കിൽ അതിഷിയെ തോൽപ്പിക്കുക, അതിപ്പോൾ രാഷ്ട്രീയ എതിരാളികൾ ആരാണെങ്കിലും അവരുടെ അജണ്ട അത് തന്നെ ആയിരിക്കുമല്ലോ. അതിൽ അസ്വാഭാവികമായിട്ട് എന്താ ഉള്ളത്? ഒന്നുമില്ല. ഞങ്ങൾക്ക് അധികാരം കിട്ടിയാലേ ശ്വാസം എടുക്കാക്കുള്ളൂ നമുക്കും നിർബന്ധമില്ലല്ലോ. ഞങ്ങളും പറഞ്ഞിരിക്കുന്നതാണ്, ഞങ്ങൾക്ക് അധികാരം ഇല്ലെങ്കിലും ഞങ്ങൾ ശ്വാസം എടുക്കും. ഞങ്ങള് ജനങ്ങളെ സേവിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കേജ്രിവാളിന്റെ സ്റ്റേറ്റ്മെന്റ് തന്നെ ഉണ്ടല്ലോ. ഞങ്ങള് എന്നും ഭരണപക്ഷത്തിരിക്കാനോ മുഖ്യമന്ത്രി ആകാനോ അല്ല ഞങ്ങൾ രാഷ്ട്രീയത്തിൽ വന്നത്, ജനങ്ങളെ സേവിക്കാനാണ് ഞങ്ങൾ രാഷ്ട്രീയത്തിൽ വന്നത്. ഇന്ന് ജനവിധി വന്നിരിക്കുന്നത് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കാനാണെങ്കിൽ ക്രിയാത്മക പ്രതിപക്ഷം ഞങ്ങൾ വർക്ക് ചെയ്യും. ഞങ്ങൾ ജനങ്ങളുടെ മുൻപിൽ വർക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരും. അതിലെവിടെ ഒരു അർബൻ നക്സലൈറ്റ് എന്ന് പറയേണ്ട ആവശ്യം എന്താ? നിങ്ങൾ ഈ അർബൻ നക്സലൈറ്റ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും കോപ്പി ചെയ്തല്ലേ BJPയോട് അവതരിപ്പിച്ചിരിക്കുന്നത്. അവിടെ കൊടുക്കുന്ന സൗജന്യങ്ങള് ഇപ്പൊ സാറ് തന്നെ പറയുന്നുണ്ട്, അന്ധനേരം വഹിക്കുന്ന സ്ത്രീകൾക്ക് എന്തിനാ നമ്മൾ ബസ്സിൽ ഫ്രീ കൊടുക്കുന്നതെന്ന്. ഇതൊക്കെ പുച്ഛത്തോടെ വനിതകളെ ആക്ഷേപിക്കുന്ന, അതായത് നിങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് കൊടുത്ത വാഗ്ദാനങ്ങളെ ആക്ഷേപിക്കുന്ന രീതിയിലല്ല ഇപ്പോൾ നിങ്ങൾ ആ പ്രകടന പത്രികയെ കുറിച്ച് പറയുന്നത്. അത് ജനങ്ങൾ കാണട്ടെ, അത്രേ ഉള്ളൂ. അല്ല, ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. നിങ്ങളുടെ രാഷ്ട്രീയ ഗുരു, ആപ്പിൻ്റെ അല്ലെങ്കിൽ കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ ഗുരു ആരാ? അണ്ണാ ഹസാരെ. അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ എന്താണെന്ന് താങ്കൾക്ക് അറിയാമോ? അദ്ദേഹം ഇന്ന് പറഞ്ഞത് എന്താണ്? കേജ്രിവാൾ പണത്തിന് പുറകെ പോകുന്നു. അത് കേജ്രിവാളിനെ ഞാൻ അദ്ദേഹത്തെ ഉപദേശിച്ചതാണ്. കേജ്രിവാൾ എന്തുകൊണ്ടാണ് അണ്ണാ ഹസാരെയുമായിട്ട് ഒരു വാക്ക് തർക്കം അല്ലെങ്കിൽ ഒരു മിസ്ഗൈഡിങ് വന്നതെന്നുള്ളത് കൂടെ ഞാൻ പറഞ്ഞു തരാം. അതായത് കേജ്രിവാൾ ഒരു സമയം തിരിച്ചറിയുകയാണ്, ഈ ഒരു പ്രക്ഷോഭത്തിന്റെ ഒരു സമയം തിരിച്ചറിയുകയാണ്, കൃത്യമായ ഒരു രാഷ്ട്രീയം, അതായത് പഠിച്ച ആൾക്കാർ രാഷ്ട്രീയത്തിൽ വരാത്തത് കൊണ്ടുള്ള ചെളിക്കുണ്ടിലാണ് ഈ നാട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞ് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചപ്പോൾ അണ്ണാ ഹസാരെ അത് എതിർത്തു. അണ്ണാ ഹസാരെ പറഞ്ഞു, ഞങ്ങളുടേത് ഒരു NGO ആണ്, അണ്ണാ ഹസാരെ ഒരു NGO മൂഡിൽ ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം അതുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചു. അത് രണ്ടുപേരും രണ്ട് സൈഡിലോട്ട് പോയി. രാഷ്ട്രീയപരമായിട്ട് പാർട്ടി രൂപീകരിച്ചു. കേജ്രിവാളാണ് പാർട്ടി രൂപീകരിച്ചത്. കേജ്രിവാൾ പാർട്ടി രൂപീകരിച്ചു, സംഘടിപ്പിച്ചു. 15 വർഷത്തോളം ഡൽഹിയുടെ CM ആയിരുന്നു. അതിനുശേഷം പഞ്ചാബിൽ വന്നു, ഇപ്പൊ കശ്മീരിൽ വന്നു, 5 MLA ഗുജറാത്തിൽ വന്നു, 2 MLA ഗോവയിലോട്ട് വന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ആദർശം
ഇവിടുത്തെ ഇന്ത്യ ജനം അംഗീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടല്ലേ ഇങ്ങനെയൊക്കെ വരുന്നത്. അധികാരപ്രമത്തതയോട് ഒരു താല്പര്യവും ഇല്ലേ കേജ്രിവാളിന്? ഇല്ല. ഞങ്ങൾ പ്രതിപക്ഷമാകാനും BJP-യെ ഇന്ന് അഭിനന്ദിച്ചുകൊണ്ടാണല്ലോ കേജ്രിവാൾ മെസ്സേജ് ഇട്ടേക്കുന്നത്. കാരണം 27 വർഷം പാർട്ടി അധികാരത്തിലില്ലാത്ത പാർട്ടി വളരെ ആവേശപൂർവ്വം അധികാരത്തിലോട്ട് വരികയാണ്. കഴിഞ്ഞ വർഷം 3 പേരായിരുന്നു അവരുണ്ടായിരുന്നത്. പ്രതിപക്ഷം എന്നൊരു സ്ഥാനത്തിന് വേണ്ടി ഇരിക്കാൻ പോലും ആ 3 പേര് നിയമസഭയിൽ വന്നിട്ടില്ല. അത്തരത്തിലുള്ള ഒരു പാർട്ടിയെ ജനങ്ങൾ അധികാരം കൊടുത്തിരിക്കുകയാണ്. അപ്പം അവർ വരട്ടെ. വെറും 2.35% വോട്ട് ഷെയർ കൂടി കിട്ടി, അവർക്ക് 26 സീറ്റ് കൂടുതൽ കിട്ടി. അപ്പൊ ജനാധിപത്യപരമായിട്ട് അവർ അധികാരത്തിലിരിക്കാൻ ബാധ്യസ്ഥരാണ്. അവർക്കുള്ള പവർ ഉണ്ട്. അവരത് മുന്നോട്ട് കൊണ്ടുപോട്ടെ, നല്ല രീതിയിലൊരു ഭരണം നടത്തട്ടെ.